നല്ലൊരു മാസ് ആക്ഷൻ എന്റർടൈനർ മൂവി തന്നെയാണ് മാക്സ്. 2024 റിലീസ് ചെയ്തിട്ട് ഈ കന്നഡ മൂവിയുടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് കിച്ച സുദീപിയാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമേനെ മൊത്തത്തിൽ താങ്ങി നിർത്തിയിട്ടുള്ള ഒരു വലിയൊരു ഫാക്ടർ. ഈ പടം മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈദി ലെവൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു കൈദിയുടെ ഒരു വൈബ് പലയിടത്തും നമുക്ക് തോന്നാം. പ്രത്യേകിച്ച് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കളർ ടോൺ ആയാലും പലയിടത്തും ആ സ്റ്റോറിയുടെ ചില സിമിലാരിറ്റീസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ തോന്നിയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ആസ് എ ഹോൾ ആ ഒരു സ്റ്റോറിയും അതിൻ്റെ എക്സിക്യൂഷനും എല്ലാം അങ്ങനെയുള്ള ഒരു തോന്നലിനെ പലയിടത്തും മറികടക്കണം. ആ ഒരു സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പല ആ ഒരു ടേൺ ഓഫ് ഇവൻസും അതിനുശേഷം ഉണ്ടാവുന്ന ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു നൈറ്റിൽ നടക്കുന്ന ആ ഒരു സംഭവത്തിനെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ടിബറ്റൻ ഡയറക്ടറാണ് ഈ സിനിമ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. ആൻഡ് അതെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രജനീഷ് ലോകനാഥിൻ്റെ ആ ഒരു മ്യൂസിക് ആയാലും ശരി പലയിടത്തും ആ ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ ആ ഒരു ലെവലിനെ പലയിടത്തും ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പടം ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. പടം കാണാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണാം. നല്ലൊരു മാസ് ആക്ഷൻ എന്റർടൈനർ തന്നെയാണ്. ആൻഡ് പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുക.